ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യം. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മാർ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. സഹനങ്ങള് ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വീണു പോകുന്നതും ഇതേ സഹനങ്ങളിൽ അല്ലെ. സന്തോഷമുള്ളപ്പോഴ്, നന്മകളുള്ളപ്പോഴ് ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ജീവിതത്തില് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു സഹനമുണ്ടാകുമ്പോൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാറുണ്ട്. ഇവിടെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയത്. ഈ സഹനങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്തിനു വേണ്ടിയാണ് ഈ സഹനങ്ങള് എൻ്റെ ദൈവം എനിക്ക് നൽകുന്നത്? സ്വർഗരാജ്യത്തിന് വേണ്ടി ഈ ഭൂമിയില് സഹനങ്ങള് ഏറ്റെടുക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ഈശോ പോലും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ച് തന്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തിയിട്ടാണ് കടന്നുപോയത് അല്ലെ. അവന്റെ പിന്നാലെ വന്ന ശിഷ്യന്മാരായിക്കൊള്ളട്ടെ, പ്രവാചകന്മാരായിക്കൊള്ളട്ടെ, വിശുദ്ധരായിക്കൊള്ളട്ടെ, ഇവിടെയൊക്കെ ജീവിതത്തില് ഇഷ്ടം പോലെ സഹനങ്ങളും വേദനകളുമുണ്ട്. ഈ സഹനങ്ങളിലൊക്കെ അവർ ദൈവത്തോട് ചേർന്ന് അവയെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് തയ്യാറായി. അവർ അപ്രകാരം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചത് കൊണ്ടാണ് സ്വർഗരാജ്യത്തില് ദൈവത്തിന്റെ ഒപ്പമിരിക്കുവാനായിട്ടുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ സഹനം ദൈവം നൽകുന്നത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട്. എന്തിനാ? സ്വർഗരാജ്യത്തിലേക്ക് നീ നിന്നെ തന്നെ ഒരുക്കുവാനായിട്ട് തയ്യാറാവണം. സഹനങ്ങള് സ്വീകരിക്കാതെ, ദൈവത്തിന് വേണ്ടി നിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കാതെ നിനക്കൊരിക്കലും സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ സഹനം ക്രൈസ്തവ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. നമുക്കറിയാം, ഈ ഭൂമിയിൽ പോലും സന്തോഷങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കാറുണ്ട് അല്ലെ. നല്ല മാർക്ക് കിട്ടണമെങ്കിൽ കഠിനാധ്വാനത്തോടുകൂടി പഠിക്കാൻ തയ്യാറാവണം. പണം സമ്പാദിക്കണമെങ്കിൽ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുവാനായിട്ട് തയ്യാറാവും. ഏത് സന്തോഷത്തിന്റെ പിന്നിലും ഒരു സഹനമുണ്ട്, ഒരു ത്യാഗമുണ്ട്, ഒരു വിട്ടുകൊടുക്കലുണ്ട്. സ്നേഹമുള്ളവരെ, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഇത്രയേറെ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തില് എത്രമാത്രം സഹനം ഏറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റണം. പലപ്പോഴും സഹനം ഏറ്റെടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഭൗതികമായ സന്തോഷത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നമ്മളൊക്കെ സഹനം ഏറ്റെടുക്കും. പക്ഷേ സ്വർഗരാജ്യത്തിന് വേണ്ടി സഹനം ഏറ്റെടുക്കാനായിട്ടോ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാനായിട്ടോ പലപ്പോഴും നമ്മൾ തയ്യാറാവുന്നില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട്, അവയൊക്കെ സ്വർഗരാജ്യത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടിപതറാതെ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് അവയെ അതിജീവിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.